കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നിധിയുടെ ഏട്ടത്തിയമ്മ സാന്ദ്ര അവിടെ വന്നു പോയതിനു ശേഷം സുധീഷും സുഭാഷിനൊക്കെ വല്ലാത്ത സങ്കടത്തിലായിരിക്കും. കാരണം അവർക്കൊക്കെ വല്ലാതെ വിഷമമായിരുന്നു. വന്നപ്പോൾ തന്നെ അവർക്ക് ആ ഒരു വീടും പരിസരമൊന്നും തന്നെ ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. നിധി ഇങ്ങനൊരു വീട്ടിലാണല്ലോ കഴിയുന്നത് എന്ന ചിന്ത സാന്ദ്രേച്ചിക്കുമൊക്കെ ആ ഒരു കാര്യം സുധീഷിനും നികേഷിനൊക്കെ മനസ്സിലായി. അങ്ങനെ കിടക്കുന്ന സമയത്തിന് സുധീഷ് സുഭാഷേട്ടനോട് പറഞ്ഞു, അല്ല സുഭാഷേട്ടാ, സാന്ദ്രേച്ചി പറഞ്ഞതിലും കാര്യമില്ലേ? അവർ നോക്കുമ്പോൾ അവരുടെ വീടൊക്കെ വലിയ വീട്, ഇഷ്ടംപോലെ ജോലിക്കാരും എല്ലാം ഉണ്ട്, എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട്. എന്നിട്ട് നിധി ഇവിടെ വന്നത് നിൽക്കുന്നത് കണ്ടില്ലേ? ഇങ്ങനെ അടുക്കള ജോലിയൊക്കെ ചെയ്ത് ഈ വീട്ടിൽ ജോലിയൊക്കെ ചെയ്യുന്ന ഇതുപോലൊരവസ്ഥയിൽ നിധിയെ കാണുമ്പോൾ അവർക്ക് വിഷമായി കാണും. അവർ നോക്കുമ്പോൾ ഇതൊരു വീടാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു കന്നുകാലി തൊഴുത്തു പോലെയാണ് അവർക്ക് തോന്നുന്നത്. അതുപോലെ ഒരിടത്ത് കഴിയുക എന്ന് പറഞ്ഞാൽ അവർക്കത് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും. അന്നേരം നികേഷ് പറഞ്ഞിട്ട്, ആ അത് ശരിയാണ്, ഞാൻ അവിടെ പോയപ്പോൾ കണ്ടതാ, വലിയ വീട്, ഒരു ബംഗ്ലാവ് പോലെയാണ് അവരുടെ വീടൊക്കെ. സുഭാഷ് ഏട്ടാ, ശരിക്കും നിധിയുടെ അടുത്ത് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇത്രമാത്രം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ കൂടെ താമസിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയും. സുധീഷിന് അന്ന് രാത്രി അവിടെ കിടന്നിട്ട് ഉറങ്ങാൻ പോലും പറ്റുന്നില്ലായിരുന്നു. വല്ലാത്തൊരവസ്ഥയായിരുന്നു, വല്ലാത്ത ബുദ്ധിമുട്ട്. നാണം കെട്ടുപോയല്ലോ എന്നൊരു ചിന്ത. ബാത്റൂം പോലും നല്ലൊരെണ്ണമില്ല. ഈ സമയത്ത് സുഭാഷും അതിനെ പറ്റിയിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്. ശരിയാണ് അവൻ പറയുന്നത്, എന്ത് ചെയ്യാൻ പറ്റും? ഈ വീട്ടിലാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. വീട്ടിലേക്ക് എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും കേസും കൂട്ടമായിട്ട് പിന്നെ അത് വലിയ പ്രശ്നങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് പോലും അവർക്കൊന്നും തന്നെ അറിയില്ല. ബാക്കി എല്ലാവരും ഉറങ്ങിയിട്ടും സുധീഷ് ഉറങ്ങാതെ തന്നെ കിടക്കുകയാണ്. കുറേ അങ്ങനെ ആലോചനകളായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് സുധീഷ്. പിറ്റേ ദിവസം രാവിലെ സുധീഷ് പൈപ്പിൻ്റെ ചുവട്ടിൽ വന്നിട്ട് ബ്രഷ് ചെയ്യാൻ നിൽക്കുകയാണ്. ആ സമയത്തിന് നികേഷും ഹരീഷും കൂടെ അങ്ങോട്ടേക്ക് വന്നു. അന്നേരം ആണ് സുഭാഷും വരുന്നത്. സുഭാഷ് വന്നു കഴിഞ്ഞപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഇതെന്താ സുഭാഷ് ഏട്ടാ, എന്താ ഇതിനകത്ത് പേസ്റ്റ് ഇല്ലല്ലോ? പേസ്റ്റ് തീർന്നിട്ടുണ്ട്, പുതിയൊരെണ്ണം വാങ്ങിച്ചു വെക്കേണ്ടേ എന്നൊക്കെ ചോദിക്കും. ആര് പറഞ്ഞു പേസ്റ്റ് ഇല്ല എന്ന്? എടാ, അതിനകത്ത് പേസ്റ്റ് ഉണ്ട്, നീ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറയും. സുധീഷ് പറയുന്നുണ്ട്, ഇത്ര സമയം ഞാൻ ഇത് ഞെക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇത്തിരി പോലും ഇതിലില്ല എന്ന് പറയും. സുഭാഷ് പറഞ്ഞിട്ട്, ഇപ്പം ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് അതങ്ങോട്ടേക്ക് വാങ്ങിച്ചിട്ട് അത് ഒരു കമ്പെടുത്തിട്ട് അങ്ങ് ഞെക്കി. അങ്ങനെ ഞെക്കിക്കൊണ്ടുവരികയാണ്. എന്നിട്ട് പേസ്റ്റ് അങ്ങ് എടുത്തു കൊടുത്തു. എന്നിട്ട് പറഞ്ഞിട്ട്, ദേ കണ്ടോ? അന്നേരം സുധീഷ് പറഞ്ഞിട്ട് അതങ്ങ് തരാൻ പറയും. എന്നിട്ട് ആ പേസ്റ്റ് അങ്ങ് വാങ്ങിച്ചിട്ട് ആ കവർ ഒരൊറ്റ എറിയലായിരുന്നു. അയ്യോ, എന്താണ് നീ കാണിച്ചത്? അത് എറിഞ്ഞു കളഞ്ഞോ? 2 ദിവസത്തേക്കും കൂടി എല്ലാവർക്കും പല്ല് തേക്കാനുള്ള പേസ്റ്റൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് സുഭാഷ് പറയും. നികേഷ് പറയുന്നുണ്ട്, എൻ്റെ സുഭാഷ് ഏട്ടാ, അത് പോട്ടെ, പുതിയതൊരെണ്ണം വാങ്ങിക്കാമെന്ന് പറയും. ഈ പേസ്റ്റിൻ്റെ കവറും വെച്ചിട്ട് ഇങ്ങനെ നെക്കി എടുക്കാൻ തുടങ്ങിയിട്ട് ആഴ്ച 2ആയി. അന്നേരം സുഭാഷ് പറയുന്നത്, നിനക്കൊക്കെ അങ്ങനെ പറയാമെന്ന് പറയും. ഈ സമയത്തിന് സുധീഷ് പറയുന്നത്, ഈ വീട്ടിലെ കുറേ കാര്യങ്ങൾ മാറ്റേണ്ടതായിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ബാത്റൂം പണിയാ എന്നാണ്. ബാത്റൂം പണിയാനോ? എന്തിനേന്ന് നികേഷ് ചോദിച്ചു. എടാ, ഇന്നലെ നമ്മൾ നാണം കെട്ടില്ലേ? നിധിയുടെ ഏട്ടത്തിയമ്മ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ബാത്റൂം യൂസ് ചെയ്യാൻ നോക്കിയപ്പോൾ നമ്മൾ നാണം കെട്ടില്ലേ? ഇനി നമ്മൾ നാണം കെടാൻ പാടില്ല. ശരിക്കും നമ്മളിവിടെ ആൺകുട്ടികളാണ്, ഇതുവരെയായിട്ട് ഒരു പെണ്ണും ഈ വീട്ടിലുണ്ടായിട്ടില്ല. അപ്പം നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ പാടില്ലായിരുന്നു. ശരിക്കും പെണ്ണുങ്ങളും ആണുങ്ങളും ഒരു ബാത്റൂം ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നിധിക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ബാത്റൂം വേണമെന്ന് പറയും. അന്നേരം ഹരീഷ് പറയുന്നുണ്ട്, ബാത്റൂമൊക്കെ വേണം, പക്ഷേ അതിന് പൈസ ചിലവുള്ള കാര്യമല്ലേ? അതെ, ബാത്റൂം പണിയാം. ഇത് കേട്ടപ്പോൾ സുഭാഷ് ചോദിക്കുന്നുണ്ട്, ബാത്റൂം പണിയണോ? അതേ സുഭാഷ് ഏട്ടാ, എത്രയും പെട്ടെന്ന് തന്നെ ഒരു ബാത്റൂം പണിയണം. സുഭാഷ് ഏട്ടൻ മേസ്ത്രിയല്ലേ, അപ്പോൾ ബാത്റൂം പണിയുന്നതൊക്കെ നന്നായിട്ട് അറിയാമെന്നും പറയും. എടാ, ബാത്റൂം പണിയുന്നതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ അത് പണിയണമെങ്കിൽ കുറച്ച് പൈസ വേണം. അതൊക്കെ ഞാൻ ചിലവാക്കിക്കൊള്ളാമെന്ന് പറയാണ് സുധീഷ്. ഹരീഷ് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ, ഇവൻ ചിലവാക്കുമെന്ന് പറയും. എന്നിട്ട് സുഭാഷ് ഏട്ടൻ പണി തുടങ്ങിക്കഴിയുമ്പോൾ എല്ലാം ഇട്ടെറിഞ്ഞങ്ങ് പോകുമെന്ന് പറയും. സുഭാഷ് ഏട്ടൻ തന്നെ ബാക്കി കാര്യങ്ങളും കൂടെ ചെയ്യേണ്ടി വരും. നമ്മളത് കുറേ കണ്ടിട്ടുള്ളതല്ലേ. പൈസ മുടക്കാമെന്നൊക്കെ ഇവൻ വായും കൊണ്ടങ്ങ് പറയുന്നതേ ഉള്ളൂ, പക്ഷേ പ്രവൃത്തിയിൽ ഒന്നും തന്നെ പറയില്ല എന്ന് പറയും. അത് കേട്ടപ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട്, പിന്നെ ഞാൻ പൈസ മുടക്കുന്നത് നീ കണ്ടിട്ടില്ലേ എന്ന്? എവിടെ? എന്ത് മുടക്കി? നീ എപ്പോഴെങ്കിലും ഒരു രൂപയെങ്കിലും മുടക്കിയിട്ടുണ്ടോ ഈ വീടിന് വേണ്ടിയിട്ട് എന്ന് ചോദിക്കും. ഇല്ലല്ലോ, പാവം സുഭാഷ് ഏട്ടൻ തന്നെ എല്ലാം പണിയണം, അല്ലെങ്കിൽ ഞാൻ മുടക്കണം. എന്നിട്ട് വലിയ വീരവാദം അടിക്കും. അങ്ങനെ 2 പേരും കൂടി അവിടെ നിന്ന് കിടന്നിങ്ങനെ അടി ഉണ്ടാക്കുകയാണ്. നികേഷ് പറയുന്നുണ്ട്, ഹോ, ഒന്ന് നിർത്തുന്നുണ്ടോ? രാവിലെ തന്നെ തുടങ്ങിയല്ലോ നിങ്ങൾ 2 പേരും. ഇതെങ്ങാനും നിധിയേട്ടത്തി കേട്ട് കഴിഞ്ഞാൽ അവിടെ തീർന്നു എന്ന് പറയും. സുഭാഷ് പറയുന്നുണ്ട്, ശരി, ഞാൻ പണിയാം. അത് കേട്ടപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ആ, അങ്ങനെ വരട്ടെ. അല്ല സുഭാഷ് ഏട്ടാ, അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ സുഭാഷ് ഏട്ടനറിയാലോ. അങ്ങനെയാണെങ്കിൽ ഒരു കാൽക്കുലേറ്റർ ചെയ്ത് നോക്കാൻ പറയും.
സുഭാഷ് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്തിന് എത്ര അടി വേണം, വീതിയും നീളമൊക്കെ ഇങ്ങനെ അളന്നുകൊണ്ട് തന്നെ പറയുന്നുണ്ട് 1,00,000 രൂപ ചിലവാകുമെന്ന്. എന്ത് 1,00,000 രൂപയോ? ഇതെന്താ സുഭാഷ് ഏട്ടായി പറയുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് പിന്നല്ലാതെ 1,00,000 രൂപ എന്തായാലും വേണ്ടി വരുമെന്ന് പറയാണ് സുഭാഷ്. അത് കേട്ട സമയത്തിന് ഹരീഷ് പറഞ്ഞു, കണ്ടില്ലേ ഇപ്പം തന്നെ അവൻ്റെ കണ്ണ് തള്ളി. 1,00,000 രൂപ എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ്റെ കണ്ണങ്ങ് തള്ളിയെന്ന് പറയും. അല്ല സുഭാഷ് ഏട്ടാ, കുറച്ചും കൂടെ കുറയില്ലേ? സുഭാഷ് ഏട്ടൻ മേസ്തിരിയല്ലേ, സുഭാഷ് ഏട്ടന് കൂലിയൊന്നും കൂട്ടണ്ട എന്ന് സുധീഷ് പറയും. എടാ എൻ്റെ കൂലി കൂട്ടുന്നില്ല, ബാക്കി ആൾക്കാരെ വിളിച്ചല്ലേ ചെയ്യിപ്പിക്കുന്നത്, അപ്പോൾ പിന്നെ അവരുടെ കൂലിയും കൂടെ കൂട്ടേണ്ടേ, അവർക്ക് പൈസ കൊടുക്കേണ്ടേ എന്ന് ചോദിക്കും. പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം, ടൈൽസ് ഇടണം, പിന്നെ വയറ് ചെയ്യണം, അങ്ങനെ പ്ലംബിങ്ങും വയറിങ്ങും എല്ലാം ഒരു പരിപാടി തന്നെയുണ്ട്, ഇതിനൊക്കെ പൈസ വേണ്ടി വരുമെന്ന് പറയും. എന്നാലും 1,00,000 രൂപ സുഭാഷ് പറയുന്നുണ്ട്. ഇത്രയൊക്കെ ആവും, അതാ ഞാൻ പറഞ്ഞത്. നികേഷ് ചോദിക്കുന്നുണ്ട്, അല്ല എവിടെയാ ബാത്റൂം പണിയുന്നത് എന്ന്. സുധീഷ് പറയുന്നുണ്ട്, അകത്ത് പണിയാൻ സ്ഥലമൊന്നുമില്ല, ഒരു കാര്യം ചെയ്യാം, നമുക്ക് പുറത്ത് എവിടെയെങ്കിലും ഒരു ബാത്റൂം അങ്ങ് പണിയാമെന്ന് പറയും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് വീടിൻ്റെ പുറകുവശത്ത് പണിതാലോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അവിടേക്ക് പോയി അവിടെ പോയി നിന്നിട്ട് സുഭാഷ് ഒരു ചോക്ക് എടുത്തിട്ട് അവിടെയൊക്കെ ഇങ്ങനെ അടയാളം വെച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്. ഇവിടെ വെക്കാമെന്നൊക്കെ പറയും. ഇത് ഇത്രയ്ക്ക് വേണമെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ വീതിയും നീളമൊക്കെ കാൽക്കുലേറ്റ് ചെയ്തു. ഒടുവിൽ സുഭാഷ് ചോദിക്കുന്നുണ്ട്, ഇത്രയൊക്കെ പോരടാ എന്ന്. സുധീഷ് പറയുന്നുണ്ട്, കാര്യങ്ങൾ ഓക്കെയാണ് സുഭാഷ് ഏട്ടാ, ഇവിടെ ആകുമ്പോൾ പിന്നെ പ്രശ്നമൊന്നുമില്ല. അല്ല ഇത് പിന്നെ പുറത്തിറങ്ങി വരേണ്ടി വരില്ലേ? പുറത്തിറങ്ങി വരാതെ നടക്കില്ല, കാര്യങ്ങളൊക്കെ അകത്ത് പണിയാൻ സൗകര്യമൊന്നുമില്ലല്ലോ. ഒരു ലൈറ്റ് ഇട്ടാൽ മതി, നിധിക്ക് രാത്രിയിൽ ഇറങ്ങി വരാനും പറ്റുമല്ലോ. ലൈറ്റ് ഓഫ് ചെയ്യേണ്ട, അപ്പോൾ പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയും. ഇവിടെയാണ് പിന്നെ പൈപ്പും കാര്യങ്ങളൊക്കെ എല്ലാം എടുത്തു വെക്കുന്നത്, അപ്പോൾ കണക്ഷൻ കൊടുക്കാനൊക്കെ എളുപ്പമായിരിക്കുമെന്നും പറയും. ഈ സമയത്തിന് ഹരീഷ് പറയുന്നത്, കാര്യങ്ങളൊക്കെ ഓക്കെയാണ് സുഭാഷ് ഏട്ടാ, പക്ഷേ അതിന് വേണ്ടിയിട്ട് പണം വേണ്ടേ, അതിനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. ഈ സമയത്തിന് നികേഷ് അകത്തേക്ക് പോയിട്ട് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു കൊടുത്തിട്ട് തൻ്റെ കുടുക്കയിൽ നിന്ന് കുറച്ചധികം പണം എടുത്തുകൊണ്ട് വരികയാണ്. സുഭാഷ് ചോദിക്കുന്നുണ്ട്, ഇതെന്താടാ എന്ന്. ഇതിൽ 10,000 രൂപ മെച്ചമുണ്ട്, ഇതെന്തിനാ ഇത്, നിനക്ക് ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കാണ് സുഭാഷ്. സുഭാഷ് ഏട്ടൻ പലപ്പോഴായിട്ട് എനിക്ക് പണം തരാറുണ്ടല്ലോ, കടയിൽ പോകുമ്പോഴും പിന്നെ അല്ലാത്ത ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് തരാറുണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് നിന്ന് ബാലൻസ് വരുന്ന പണങ്ങളൊക്കെ ഞാൻ എടുത്ത് സൂക്ഷിച്ചു വെച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടോ നികേഷ് അത് നീട്ടുന്നത്. അല്ല ഇതെന്തിനാ നീ ഇപ്പോൾ എടുത്തുകൊണ്ട് വന്നത്? ബാത്റൂം കെട്ടാൻ പോവല്ലേ, എൻ്റെ കോൺട്രിബ്യൂഷനായിട്ട് ഇത് ഇരിക്കട്ടെ എന്ന് പറയും. സുഭാഷ് പറയുന്നത്, അയ്യോ അതൊന്നും വേണ്ടടാ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഹരീഷ് പറയുന്നത്, ഇതൊക്കെ നീ വെച്ചോടാ, നിന്റെ കുടുക്കയിലകത്ത് ഇത് കൊണ്ട് വെച്ചോളാൻ പറയും. അത് സാരമില്ല, ഇങ്ങനെയുള്ളൊരു അവസരത്തിലല്ലേ നമ്മൾ സഹായിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ് നികേഷ്. സുഭാഷ് പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, ഇതൊക്കെ ഞങ്ങൾ തന്നെ തനിയെ ചെയ്തോളാം, ഞങ്ങളെല്ലാവരും കൂടി ചെയ്തോളാം എന്ന് പറയും. സുധീഷ് പറയുന്നുണ്ട്, അത് ശരിയാണ്, നീ കൊണ്ടുപോയി വെച്ചോ, ഇത് ഞങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോളാം, ഞങ്ങൾ വേണ്ടതുപോലെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തോളാം എന്ന് പറയാണ്. പക്ഷേ നികേഷിന് അത് ഭയങ്കര വിഷമായി. ആ സമയത്തിന് സുഭാഷ് പറയുന്നുണ്ട്, വേണ്ടടാ, ഇത് പണയുള്ള പൈസയൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഷെയർ ഇട്ട് ചെയ്തോളാമെന്ന് പറയും. ആ സമയത്തിനായിരിക്കും നിധി അങ്ങോട്ടേക്ക് വരുന്നത്. നിധി നോക്കുമ്പോൾ നിലത്ത് എന്തൊക്കെയോ അളവും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നു. ഇതെന്താണെന്ന് ചോദിക്കണേ. ഏയ് ഒന്നുമില്ലാന്ന് പറയാം സുഭാഷ്. അല്ല എന്താ എന്നെ കൂട്ടാതെ നിങ്ങളെല്ലാവരും ഒരു ഗൂഢാലോചന നടത്തുന്നുണ്ടല്ലോ, രാവിലെ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യമാണ്, എന്താ എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് നിധി. അന്നേരം സുഭാഷ് പറയുന്നുണ്ട്, അതേ പിന്നെ മോളെ, ഞങ്ങൾ ഇവിടെ ഒരു ബാത്റൂം കിട്ടുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. എന്ത് ബാത്റൂം പണിയതിനെക്കുറിച്ചോ? അതെന്തിനാ എന്ന് ചോദിക്കും. അന്നേരം സുധീഷ് പറയുന്നുണ്ട്, നിധി നീ അകത്തെ ബാത്റൂമിലല്ലേ പോകുന്നത്, നിനക്കത് ബുദ്ധിമുട്ടായില്ലേ? ഞങ്ങളൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല, നീ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഇപ്പോഴാണ് ഞങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നത്. അന്നേരം നിധി പറയുന്നത്, എനിക്ക് മനസ്സിലായി, സാന്ദ്രേച്ചി വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ സംഭവങ്ങളൊക്കെ ഓർത്തിട്ടല്ലേ, അതൊക്കെ വിട്ടുകള, അതിനെക്കുറിച്ചിട്ട് ഓർത്ത് ടെൻഷൻ അടിക്കൊന്നും വേണ്ട, എനിക്കതൊരു പ്രശ്നവുമില്ല. ഈ പൈസ ഇല്ലാത്ത സമയത്ത് ഇല്ലാത്ത പൈസയും മുടക്കിയിട്ട് ബാത്റൂം പണിയേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് പറയണ നിധി. അന്നേരം സുധീഷ് പറയുന്നത്, ഏയ് അതൊന്നും സാരമില്ല നിധി, സുഭാഷ് ഏട്ടനോട് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞ് തീരുമാനിച്ച കാര്യമാണത്, ബാത്റൂം പണിയണമെന്ന്. എപ്പോഴാണെങ്കിലും പണിയേണ്ടതല്ലേ, അത് ഇപ്പോഴാണ് പണിയാൻ സമയമെന്ന് തോന്നി. അന്നേരം നിധിക്ക് ആകെ വിഷമാവുകയാണ്. നിധി പറയുന്നുണ്ട്, വേണ്ട ഇപ്പോൾ ബാത്റൂം ഒന്നും പണിയണ്ട എന്ന് പറയും. പെട്ടെന്ന് ഹരീഷ് പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കോളാമെന്ന്. ഹരീഷ് പതുക്കെ അവിടെ നിന്നും അങ്ങ് എസ്കേപ്പ് ആയി. ആ സമയത്തിന് സുഭാഷ് പറയുന്നുണ്ട്, അയ്യോ എനിക്ക് അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ട്, അടുക്കളയിൽ തിരക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് സുഭാഷും പോയി. ഈ സമയത്തിന് നികേഷ് പറയുന്നുണ്ട്, അയ്യോ പൈസ വാങ്ങിയില്ലല്ലോ സുഭാഷ് ഏട്ടാ, ഈ പൈസ കൊടുക്കട്ടെ എന്ന് ചോദിക്കും. പൈസയോ എന്ന് നിധി ചോദിച്ചപ്പോൾ അത് എൻ്റെ കോൺട്രിബ്യൂഷനാണെന്ന് പറയാണ് അവന്. നികേഷ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോയി. അന്നേരം സുധീഷാണ് പറയുന്നത്, അതെ അവൻ്റെ കുടുക്കയിൽ നിന്നും എടുത്ത പൈസ ബാത്റൂം പണിയാനായിട്ട് അവൻ്റെ കോൺട്രിബ്യൂഷനാണെന്ന് പറഞ്ഞിട്ട് അത് സുഭാഷ് ഏട്ടന് കൊടുത്തു എന്ന് പറയും. സുഭാഷ് ഏട്ടൻ അത് വാങ്ങിച്ചില്ല എന്നും പറയാണ്. അന്നേരം നിധി ചോദിക്കുന്നത്, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. സുധീഷ് പറയുന്നുണ്ട്, അതെ അത് വേണം, ഇത് നിധിയുടെ കൂടെ വീടല്ലേ,
നിധി പറയുന്നുണ്ട്, ഓ അത് പിന്നെ ഇനിയിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നും ആരെങ്കിലും വരുമെന്ന് കരുതിയിട്ടാണോ? അവരൊന്നും ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരാനൊന്നും പോകുന്നില്ല എന്ന് പറയും. പറയാൻ പറ്റില്ലല്ലോ, വന്നാലും വന്നില്ലേലും നിധിക്കൊരു ബാത്റൂം വേണം. ഇവിടെ നിധി തന്നെയാണ് ഉപയോഗിക്കുന്നത്. കാരണം ഞങ്ങളൊക്കെ കയറുന്നിടത്ത് നിധിക്ക് കയറാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അതൊക്കെ ഞങ്ങൾ നേരത്തെ തന്നെ ചിന്തിക്കേണ്ട കാര്യങ്ങളായിരുന്നു. പക്ഷേ അതൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല എന്ന് പറയാണ് സുധീഷ്. നിധിക്ക് അതൊക്കെ കേട്ടപ്പോൾ ആകെ സങ്കടമാണ്. നിധി ചോദിക്കുന്നത്, എന്താ ബാത്റൂം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോകുമെന്ന് ഓർത്തുകൊണ്ടാണോ എന്ന് ചോദിക്കും. സുധീഷ് പറയുന്നത്, ഏയ് അതുകൊണ്ടൊന്നല്ല നിധി, ഞങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ടതെന്ന് ചോദിക്കും. നിധിക്ക് അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. താൻ ഇവരെയൊക്കെ ബുദ്ധിമുട്ടിക്കുകയാണോ എന്നൊരു ചിന്ത അവളുടെ മനസ്സിലുണ്ടായി. പിന്നീട് കാണിക്കുന്നത് ഹരീഷ് നേരെ വർക്ക്ഷോപ്പിലേക്ക് ചെല്ലുകയാണ്. അന്നേരം ചന്തു ചോദിക്കുന്നത്, ഇതെന്താ ഹരീഷേട്ട താമസിച്ചത്? കുറച്ച് ലേറ്റായി എന്ന് പറയണം അവൻ. അല്ല, ആരെങ്കിലും വന്നിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ആര്? അല്ല, ആരെങ്കിലും ആ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പണി തീർത്ത വണ്ടി എടുത്തുകൊണ്ട് പോയി എന്ന് പറയും. പിന്നെ 1-2 പണിയുണ്ട്, 2 വണ്ടി പണി ചെയ്യാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, അങ്ങനെ ആൾക്കാരൊക്കെ പോയിട്ടുണ്ട് എന്നൊക്കെ പറയാണ് ചന്തു. അല്ലാതെ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് വീണ്ടും ചോദിക്കുന്ന സമയത്തിന് ചന്തു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സിലായി, ഹരീഷേട്ടൻ ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന്. നീതു വന്നിട്ടുണ്ടോ എന്നല്ലേ ഹരീഷേട്ടൻ ചോദിക്കുന്നത്. പിന്നെ അവളുടെ കാര്യമൊന്നുമല്ല എന്ന് ഹരീഷ് ഒഴിഞ്ഞു മാറിക്കൊണ്ട് പറഞ്ഞു. വേണ്ട വേണ്ട, കാള വാല് പൊക്കുമ്പോൾ തന്നെ എനിക്ക് കാര്യം അറിയാമല്ലോ. എന്തിനാ ഇതൊക്കെ? എനിക്ക് മനസ്സിലായി ഹരീഷേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന്. ഉറപ്പായിട്ടും അതിനു വേണ്ടി തന്നെയാണ് നീതുവിനെ കാണാൻ വേണ്ടി നീതു വന്നു എന്ന് ഹരീഷേട്ടൻ അറിയണം. ഹരീഷ് പറയുന്നുണ്ട്, ഒന്ന് പോടാ അവിടുന്ന്. അപ്പോഴേക്കുമാണ് ശരിക്കും നീതു അങ്ങോട്ടേക്ക് വരുന്നത്. ചന്തു പറയുന്നത്, ദേ വരുന്നുണ്ട് ആള്. നീതുവിനെ കാണുന്ന സമയത്തിന് ഹരീഷിന്റെ മുഖത്താകെ സന്തോഷമായിരിക്കും. പക്ഷേ ചന്തു പറയുന്നുണ്ട്, ഇതിലൂടെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, വന്നാലും ഇങ്ങോട്ടേക്ക് കയറത്തില്ല, മൈൻഡ് ശരിയാതെ പോവത്തേ ഉള്ളൂ എന്നൊക്കെ പറയും. ഹരീഷ് അങ്ങനെയുള്ള വാക്കുകളല്ലേ നീതുവിനോട് അത്രമാത്രം കടുപ്പിച്ച് പറഞ്ഞിരിക്കുന്നത്? ഏതെങ്കിലും ചെക്കന്മാർ പറയുന്ന കാര്യമാണോ? ഈ സമയത്തന്നെ ഹരീഷ് നോക്കുമ്പോൾ നീതു തൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വന്ന് അങ്ങോട്ടേക്ക് നോക്കാതെ അങ്ങ് പോവാണ്. ഹരീഷിനത് ആകെപ്പാട് വിഷമായി. പക്ഷേ പോയ നീതു തിരികെ ഹരീഷിന്റെ വർക്ക്ഷോപ്പിലേക്ക് തന്നെ വന്നു. ഹരീഷ് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ആ ഒരു സമയം നീതു വന്നിട്ട് പറയുന്നുണ്ട്, അതെ, ഞാൻ ഇവിടെ വന്നിട്ട് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി വന്നതൊന്നുമില്ല, ചില കാര്യങ്ങളങ്ങ് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി വന്നതാണെന്ന് പറയും. അന്നേരം ഹരീഷ് ചോദിക്കുന്നുണ്ട്, എന്താ നീതു, എന്താ കാര്യമെന്ന് ചോദിക്കും. അന്നേരം നീതു പറയുന്നുണ്ട്, എൻ്റെ വീട്ടിൽ കല്യാണാലോചന നടക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ ഹരീഷിന് ആകെ ഇങ്ങനെ ഷോക്കായിട്ടതുപോലെ നിൽക്കുകയാണ്. എന്നാലും ഹരീഷ് പറയുന്നുണ്ട്, ഓ അതിപ്പോൾ പുതുമായിട്ടുള്ള കാര്യമൊന്നുമല്ലല്ലോ എന്ന് പറയും. അതെ, നേരത്തെയും നടക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ തന്നെ അത് പച്ചക്കൊടി കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇനിയിപ്പോൾ ഞാനെന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നത്? ചിലരെയൊക്കെ മനസ്സിലിട്ടുകൊണ്ട് കല്യാണം ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു ഞാൻ. പക്ഷേ എന്നെപ്പോലെ ബുദ്ധിയും സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ കെട്ടാനായിട്ട് ആണെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാർ വരുമല്ലോ. അതുകൊണ്ട് ഇഷ്ടംപോലെ കല്യാണാലോചനകൾ വരുന്നുണ്ടായിരുന്നു. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു, എനിക്ക് സമ്മതമാണ് വിവാഹമെന്ന്, ആലോചിച്ചോളാനും പറഞ്ഞു. അപ്പോൾ അവരും വിവാഹം ആലോചിക്കുന്നുണ്ട്. നാളെ എന്നെ ചെക്കൻ കൂട്ടർ കാണാൻ വരുന്നുണ്ട് എന്ന് പറയും. അത് കേട്ടപ്പോൾ ചന്തു പറഞ്ഞിട്ട്, ആഹാ കൊള്ളാമല്ലോ, അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കല്യാണം നടക്കുമോ എന്ന് ചോദിക്കും. പിന്നെ കാണും, വലിയ വീട്ടിൽ നിന്നുള്ള ആലോചന വരുന്നത് എന്ന് നീതു പറഞ്ഞു. അന്നേരം ഹരീഷ് പറഞ്ഞത്, വലിയ വീട്ടിൽ നിന്ന്, അതും നിനക്കിപ്പോൾ വന്നത് തന്നെയെന്നൊക്കെ പറയും. ഇവൾ വെറുതെ പൊള്ളയടിക്കുകയാണോ എന്ന് പറയാണ്. എനിക്കെന്താ നല്ല ആലോചന വരില്ലേ എന്ന് വീണ്ടും നീതു ചോദിക്കുകയാണ്. ഒന്നുമില്ലെങ്കിലും ഇത്രയധികം സൗന്ദര്യം ഹരീഷേട്ട, പിന്നെ സൗന്ദര്യം ഹരീഷേട്ടനായിരിക്കും പുച്ഛം, പക്ഷേ ബാക്കിയുള്ളവർക്ക് പുച്ഛമില്ല. എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ടെന്നും പറയും. ആവശ്യത്തിന് നല്ല സൗന്ദര്യം വിദ്യാഭ്യാസമൊക്കെ എനിക്കുണ്ട്, അതുകൊണ്ട് ഏത് ചെക്കൻ കണ്ടാലും ഒന്ന് നോക്കിപ്പോകുമെന്നും പറയാണ്. ഇന്നത്തെ കാലത്ത് എന്തായാലും കെട്ടാച്ചെറുക്കായിട്ട് നിൽക്കാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. കല്യാണം എന്താണെങ്കിലും തീരുമാനിച്ചോളാം, ഞാൻ എൻ്റെ വീട്ടുകാരോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ വരുന്ന ചെക്കനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ എൻ്റെ കല്യാണം നടക്കുമെന്നൊക്കെ പറയാണ് നീതു. ഇത് കേട്ടപ്പോൾ ഹരീഷ് ഒന്ന് പതറി. നീതു വീണ്ടും പറയുന്നത്, ഞാനിപ്പോൾ എന്ത് ചെയ്യണം? ഹരീഷേട്ടൻ ഇവിടെ ഇരുന്നോ? ഹരീഷേട്ടൻ്റെ മുന്നിൽ ഞാൻ ഇനി ആ ചെക്കൻ്റെ കൂടെ ബൈക്കിലിരുന്ന് ഇങ്ങനെ പോകുന്നത് കാണാം. അന്നേരം ഹരീഷേട്ടൻ ഞങ്ങൾ എങ്ങനെ നോക്കി നിൽക്കുമെന്നൊക്കെ പറയും. പിന്നെ നോക്കി നിൽക്കുമ്പോഴും ഞങ്ങൾ വരും, നമുക്ക് കാണാം. ഹരീഷേട്ടൻ എന്തായാലും എന്നെ വേണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാ ഹരീഷേട്ടന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത്? അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടോ നീതു അവിടെ നിന്നങ്ങ് പോകാൻ തിരിക്കുന്നത്. അന്നേരം ചന്തു പറയുന്നത്, നീതു നീ സത്യമായിട്ടാണോ ഈ പറയുന്നത്? പിന്നെ ഞാനെന്തിനാ നിങ്ങളോട് കള്ളം പറയുന്നത്? അതെ, നിങ്ങളെ കല്യാണം വിളിക്കും, വന്ന് കണ്ടിട്ട് സദ്യ കൊണ്ടിട്ട് പോയിക്കൊള്ളണം എന്ന് പറയാണ് നീതു. അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ നീതു അവിടെ നിന്നങ്ങ് പോവാണ്. ആ സമയത്തിന് ചന്തു പറയുന്നത്, ഹരീഷേട്ടന് ഇപ്പം സമാധാനമായല്ലോ, എന്തൊരു ജാടയായിരുന്നു. ഈ സമയം തന്നെ നീതു അങ്ങോട്ടേക്ക് പോയിട്ട് ഹരീഷിനങ്ങ് തിരിഞ്ഞു നോക്കുകയാണ്. ഇതേതായാലും ഏറ്റിട്ടുണ്ട്, ഹരീഷേട്ടൻ ഏതായാലും നല്ല ടെൻഷനായിട്ടുണ്ട് എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായി. നീതു ശരിക്കും ഹരീഷിനിട്ടൊരു പണി കൊടുത്തതായിരുന്നു.
നീതുവിൻ്റെ ആ വാക്കുകൾ ഒരു മുള്ളു പോലെയാണ് ഹരീഷിൻ്റെ നെഞ്ചിലങ്ങ് തറച്ചു കയറിയത്. അവൾ പോയി കഴിഞ്ഞിട്ടും കുറച്ചു നേരം ഹരീഷ് ആ ഒരു നിൽപ്പ് തന്നെ തുടർന്നുകൊണ്ടിരുന്നു. സ്പാനർ അറിയാതെ തന്നെ ഹരീഷിൻ്റെ കയ്യിൽ നിന്നും താഴേക്ക് വീണു. ചന്തു കളിയാക്കാൻ തുടങ്ങിയെങ്കിലും ഹരീഷിൻ്റെ മുഖത്ത് വല്ലാത്ത ആ ഒരു മാറിയ ഭാവം കണ്ടുകൊണ്ടതിനെ അവൻ മിണ്ടാതെ പണിയിൽ തന്നെ ശ്രദ്ധിച്ചു. അന്ന് രാത്രി ഹരീഷിന് ഒട്ടും തന്നെ ഉറക്കം വന്നില്ല. നീതു വേറൊരാളുടെ കൂടെ ബൈക്കിൽ പോകുന്നത് ആലോചിച്ചപ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു കനലെരിയുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ സുധീഷിൻ്റെ വീട്ടിൽ ബാത്റൂം പണിയാനുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുകയായിരുന്നു. സുഭാഷേട്ടൻ തൻ്റെ പണിയായുധങ്ങളുമായിട്ടെത്തി. നിധി എല്ലാവർക്കും ചായ കൊടുക്കുമ്പോഴും അവളുടെ മുഖത്ത് ഒരു മ്ലാനതയുണ്ടായിരുന്നു. ഇത്രയും പൈസ ഇതിനായിട്ട് കളയണോ സുധീഷേട്ടാ എന്ന് അവൾ മെല്ലെ ചോദിച്ചു. സുധീഷ് അവളുടെ കൈകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, നിധി, ഇത് പൈസയുടെ കാര്യമല്ല, നിന്റെ സന്തോഷമാണ് ഞങ്ങളുടെയൊക്കെ പ്രധാനം. നിന്നെ സ്നേഹിക്കുന്നവർക്ക് നിന്റെ സൗകര്യങ്ങളാണ് വലുത്. ആ വാക്ക് കേട്ടപ്പോൾ നിധിക്കുണ്ടായ ആശ്വാസം അത് ചെറുതല്ലായിരുന്നു. നികേഷും ഹരീഷും കല്ലും മണലും ചുമക്കാൻ കൂടി സഹായിക്കുന്നതോടുകൂടി തന്നെ പണി അങ്ങ് ഉഷാറായി. ഉച്ചയോടടുത്തതോടുകൂടി ഹരീഷ് പണിസ്ഥലത്തിൽ നിന്നും എന്നെ സ്കൂട്ടർ എടുത്ത് നീതുവിൻ്റെ വീടിൻ്റെ പരിസരത്തേക്ക് പോയി. അവിടെ ഒരു പുതിയ ബുള്ളറ്റ് നിൽക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ ചങ്കൊന്ന് പിടഞ്ഞു. നീതു പറഞ്ഞത് സത്യമാണ്. അവളെ കാണാൻ ശരിക്കും ചെക്കൻ കൂട്ടർ വന്നിട്ടുണ്ട്. വീടിൻ്റെ ഉമ്മർത്ത് ചിരിച്ച് സംസാരിച്ച് നിൽക്കുന്ന നീതുവിനെ കണ്ടപ്പോൾ ഹരീഷിന് വല്ലാത്തൊരു തളർച്ച തോന്നി. അവൻ ഒരിക്കൽ പോലും പുറത്തേക്ക് നോക്കിയില്ല. ഹരീഷ് നേരെ വണ്ടി തിരിച്ച് വർക്ക്ഷോപ്പിലേക്ക് തന്നെ പാഞ്ഞു. വൈകുന്നേരം പണി കഴിഞ്ഞ് എല്ലാവരും തളർന്നിരിക്കുമ്പോഴാണ് നീതു അങ്ങോട്ടേക്ക് വരുന്നത്. ഇത്തവണ അവളുടെ മുഖത്ത് ആ ഒരു പഴയ ഗൗരവമൊന്നുമില്ലായിരുന്നു. ഹരീഷ് അവളെ നോക്കാതെ അങ്ങ് മാറി നിന്നു. നീതു സുഭാഷേട്ടനോട് പറഞ്ഞു, സുഭാഷേട്ടാ, നാളെ എൻ്റെ കല്യാണം ഉറപ്പിക്കലാണ്, നിങ്ങളെല്ലാവരും വരണം. ഹരീഷിനത് കേട്ടിട്ട് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ അങ്ങ് ഒന്നും മിണ്ടാതെ ഉള്ളിലേക്ക് കയറിപ്പോയി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ചന്തു ഓടി വന്ന് ഹരീഷിനോട് ആ ഒരു രഹസ്യം പറഞ്ഞു. എടാ മണ്ട, ആ വന്നത് നീതുവിൻ്റെ അമ്മാവൻ്റെ മോനാണ്. അവൾ നിന്നെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് നാടകം കളിച്ചതാണ്. ഇത് കേട്ടപ്പോൾ ഹരീഷിൻ്റെ മുഖത്ത് പെട്ടെന്ന് 1000 വിളക്കുകൾ തെളിഞ്ഞു. അവൻ പുറത്തേക്ക് ഓടി വന്നപ്പോൾ നീതു അവിടെ നിന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് ഹരീഷേട്ട എൻ്റെ അഭിനയമെന്ന് അവൾ ചോദിച്ചപ്പോൾ ഹരീഷ് ആദ്യമായി എല്ലാവരുടെയും മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, ഇനി നീ വേറെ ആരുടെയും കൂടി ബൈക്കിലൊന്നും പോവേണ്ട, നിന്നെ ഞാൻ തന്നെ കെട്ടിക്കോളാമെന്ന് ഉറക്കെ അങ്ങ് വിളിച്ചു പറയും. ഇത് കേട്ടപ്പോൾ നീതുവിന് ഒരുപാടധികം സന്തോഷമായിരുന്നു. പിന്നെ സുധീഷിൻ്റെ വീട്ടിലെ പുതിയ ബാത്റൂം പണി തുടങ്ങുന്ന ദിവസം വലിയൊരു ആഘോഷം തന്നെ നടന്നു. നിധിയുടെ കണ്ണ് നിറഞ്ഞത് ആ ഒരു സന്തോഷം കൊണ്ടായിരുന്നു. സ്നേഹമുള്ള ഒരു കൂട്ടം മനുഷ്യരുടെ ഇടയിൽ താൻ സുരക്ഷിതയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ഹരീഷിൻ്റെയും നീതുവിൻ്റെയും കല്യാണം ഉറപ്പിക്കുന്നതോടുകൂടി തന്നെ ആ വീട്, ആ ഒരു കൊച്ചു വീട് സന്തോഷത്തിൻ്റെ കിളിക്കൂടായി മാറുന്ന ഒരു അടിപൊളി സൂപ്പർ രംഗങ്ങളൊക്കെയാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.